റൈറ്റ്, ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം അതിഥികളിലേക്ക്. ഇപ്പോൾ ധനമന്ത്രി വീണ്ടും മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസ് ആണ് അദ്ദേഹത്തിന്റെ, നമ്മുടെ സെക്രട്ടറിയാണ് ജയതിലക്, ഡോക്ടർ ജയതിലക്. അജിത് പാട്ടീൽ FR ആണ് ഫിനാൻസ് റിസോഴ്സസിന്റെ സെക്രട്ടറി. കേശവേന്ദ്ര പിന്നെ എക്സ്പെൻഡിച്ചറിന്റെ റെൻ നമ്മുടെ സ്പെഷ്യൽ സെക്രട്ടറിയാണ്. സച്ചിൻ നമ്മളിവിടെ ഫൈനാൻസിന്റെ ചാർജ് ഡെപ്യൂട്ടി സെക്രട്ടറിയാണ്. വാസ്തവത്തിൽ അധികം പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നതായിരിക്കില്ല, ചോദിക്കുന്നത് പറയുന്നതായിരിക്കും നല്ലത്. വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്രാവശ്യം ബഡ്ജറ്റിനൊപ്പം കഴിഞ്ഞ തവണ നമ്മൾ എൻവയോൺമെന്റ് അതിന് വാറാണ്ടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ബഡ്ജറ്റ് ഡോക്യുമെന്റുകൾ അതിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഇതാണ് ഇപ്പൊ വിതരണം ചെയ്ത് വരുന്നേ ഉള്ളൂ. നമ്മുടെ സിറ്റിസൺസ് ബഡ്ജറ്റാണ്, സിറ്റിസൺസ് ഗൈഡ് ടു ബഡ്ജറ്റ്. അപ്പൊ ഞാനിത് പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഇതിപ്പം ഈ ബഡ്ജറ്റ് അതിന്റെ കണക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്നതല്ല. ഈ കണക്കെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രസ്താവനകൾ പോലെയുള്ളതല്ല. നമ്മൾ ഇതിനകത്ത് എല്ലാ കണക്കുണ്ട്, ഏതൊരാൾക്കും മനസ്സിലാവുന്ന തരത്തിലേക്കുള്ള എല്ലാ കണക്കുകളും അത് നമ്മുടെ മാതൃഭാഷയിൽ തന്നെയാണ് ചാർട്ടുകൾ സഹിതം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഇപ്പൊ ഇറക്കിയിട്ടുണ്ട്. ആ ഡോക്യുമെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഇത്തവണ ബഡ്ജറ്റ് നമ്മൾ അവതരിപ്പിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണോ അല്ലയോ എന്നുള്ള സംശയം പലപ്പോഴും പ്രതിപക്ഷം പറയും. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടെ ഗൗരവത്തോടുകൂടി കാര്യങ്ങൾ നോക്കുന്ന ആളുകളെന്ന നിലയിൽ ഇതിന്റെ ഓരോ ഭാഗവും നോക്കണം എന്ന് പറയാനാണ്. ബഡ്ജറ്റിനകത്ത് നമ്മൾ തുടങ്ങിയത് തന്നെ നമ്മുടെ നാടിന്റെ, കേരളത്തിന്റെ ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നേരത്തെയുള്ള കടുത്ത ഒരു സ്ഥിതിയെക്കാളും മാറി ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ആകെ ഇതിനെ കവർ ചെയ്തൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷെ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ആ ഇംപ്രൂവ്മെന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും സിറ്റിസൺ ബഡ്ജറ്റിലും ഉണ്ട്, നമ്മുടെ ബഡ്ജറ്റ് ഇൻ ബ്രീഫിനകത്ത് എല്ലാ അക്കൗണ്ടും ഉണ്ട്. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് കേരളത്തിലെ ഗവൺമെന്റിനകത്ത് ഈ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ മാറ്റങ്ങൾ വന്നേ, ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം. നമ്മുടെ ബഡ്ജറ്റ് ഇൻ ബ്രീഫിലുണ്ട്. കോവിഡ് സമയം കഴിഞ്ഞിടത്ത് വല്ലാത്ത സ്റ്റാഗ്നേഷനായിരുന്നു. വലിയ തോതിൽ ഫണ്ടുകളൊക്കെ കിട്ടുന്ന സമയമായിരുന്നു. കോവിഡ് സമയത്ത് ബോറോയിങ് കൂടുതലുണ്ട്. ആ സമയത്ത് 12,000 കോടി രൂപ GST കോമ്പൻസേഷൻ നമുക്ക് കിട്ടുമായിരുന്നു. ഇതെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് കണക്കുകൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ആവർത്തിക്കില്ല. അങ്ങനെ ആയിട്ട് പോലും നമുക്കൊരു 1,58,000 59,000 അപ്പുറത്തേക്ക് വാർഷിക ചെലവ് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇതിന്റെ അകത്തല്ല നടത്തിയത്. പക്ഷെ ഈ വർഷം നമ്മുടെ എക്സ്പെക്ടിങ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് കഴിഞ്ഞ 4-ാം വർഷം റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റിനകത്ത് നമ്മൾ 1,78,000 കോടി രൂപയുടെ എക്സ്പെൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. ശരി, അത് മാർച്ച് വരെ ഉള്ളതാണ്. ചിലപ്പോൾ അതിനകത്ത് 2,000-3,000 കോടിയുടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. എപ്പോഴും REയിൽ വരുന്നത് അങ്ങനെയാണ്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ 1,59,000 കോടിയിൽ നിന്നും 1,78,000 ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 18,000 കോടിയിലധികം രൂപ ഈ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് ഇങ്ങോട്ട് വരുമ്പോൾ അത്രയും ചെലവ് വന്നിട്ടുണ്ട്. അപ്പൊ ചെലവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആരംഭത്തിൽ പറഞ്ഞത്. ഒരു പോസിറ്റീവായ ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി വരുന്നു. പക്ഷേ കിട്ടാനുള്ള 50,000 കോടിയിലധികം രൂപ കിട്ടേണ്ടതാണ്. കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ വന്നപ്പോ സംസ്ഥാനത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഭരണകക്ഷിയും മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് തന്നെയാണ് ധനകാര്യ കമ്മീഷൻ പിന്നെ കാര്യങ്ങളും കണക്കുകളും അവതരിപ്പിച്ചത്. അവിടെ പറഞ്ഞ കണക്ക് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ കണക്കിനകത്ത് വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന് കിട്ടേണ്ടതനുസരിച്ച് അതെല്ലാം കിട്ടിയാൽ നമ്മുടെ സ്ഥിതി കുറച്ചുകൂടെ മെച്ചമാവും. എന്തായാലും നമ്മൾ ഡേ ടു ഡേ മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലേക്ക് ഇതാകെ നിന്നു പോകുന്ന സ്ഥിതിയിൽ നിന്നും മെച്ചപ്പെട്ട തരത്തിലേക്ക് നമുക്ക് വന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ടാക്സിന്റെ കാര്യത്തിൽ, റവന്യൂവിന്റെ കാര്യത്തിൽ വന്ന ഇംപ്രൂവ്മെന്റ്, അതും ഇതിനകത്തുണ്ട്. ഞാൻ ആവർത്തിക്കുന്നില്ല. കണക്കതിനകത്ത് ബഡ്ജറ്റിന്റെ ആദ്യത്തെ ഒരു 5-8 ആഴ്ച അതിനകത്തുണ്ട്. 47,000 കോടിയായിരുന്നു സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ. അവിടുന്നാണ് 80,000 കോടിയിലേക്ക് ഈ വർഷം 81,000 കോടിയാണ് എക്സാക്ട്ലി ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ. 81,627. എന്നാൽ 80,000 കോടിയിലേക്ക് എത്തും. അന്ന് 47,000, ഇപ്പൊ 80,000 എത്തും. അത് കോവിഡ് സമയത്തുള്ള ഒരു കണക്കിൽ നിന്ന് വരുന്ന മാത്രമല്ല, കോവിഡ് വന്നുകൊണ്ട് ഗ്രോത്ത് നല്ലത് വന്നു. പക്ഷെ കോവിഡിന് ആ സമയത്ത് 47,000 ഉണ്ടായിരുന്നു, ഇപ്പൊ 80,000 സ്റ്റേറ്റ് ഓൺ ടാക്സ്. നമ്മുടെ തനത് വരുമാനം, നികുതിയും നികുതി ഇതരമായ വരുമാനം നോക്കുമ്പോൾ അത് 1,00,000 കോടിയിലേക്ക് അധികം വന്നു, 54,000 കോടി. അപ്പൊ ആ ഗ്രോത്ത് ഉണ്ട്. സ്പെൻഡിങ്ങിന്റെ കാര്യം എടുത്താലും കഴിഞ്ഞ 5 വർഷക്കാലത്തെ ശരാശരി ഒരു വർഷത്തെ ചെലവ്
ഒരു വർഷം 1,17,000 കോടിയാണ് 2016 മുതൽ 21 വരെ. അതിനു മുമ്പുള്ളത് എടുക്കുമ്പോൾ അതിനേക്കാളും വളരെ കുറവാണ്. ഞാൻ ആ കമ്പാരിസണിലേക്ക് പോകുന്നില്ല. അപ്പൊ ആ സമയത്ത് ഇത്രയും ഉണ്ടായിരുന്നതിന് വലിയ വെട്ടിക്കുറവ് വന്നു. എന്നിട്ട് ഈ ഗവൺമെന്റ് കാലത്ത് പലപ്പോഴും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പണമില്ല, ചുമ്മാതെ പറയുകയാണെന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പോലല്ല. ഇപ്പോ ഈ വർഷം 1,78,000 കോടിയാണ്. 1,17,000 നിന്ന് 1,78,000 എടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ആവറേജ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3-4 വർഷത്തെ ആവറേജ് എടുക്കുകയാണെങ്കിൽ 1,64,000 കോടി, 50,000 കോടി അധികം വന്നു. അപ്പൊ സാമ്പത്തിക രംഗത്ത് ആ ഗ്രോത്ത് ഉണ്ട്. ഈ വർഷം 1,78,000 കോടിയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ബഡ്ജറ്റ് ഡോക്യുമെന്റിൽ അടുത്ത വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1,98,000 കോടിയാണ്. പ്രീവിയസ് എസ്റ്റിമേറ്റിലൊക്കെ ചെറിയ വ്യത്യാസം വരും ആക്ച്വൽ എക്സ്പെൻഡിച്ചർ. പക്ഷെ നമ്മളിപ്പം വരുന്ന എല്ലാ കണക്കൂടെ വെച്ചിട്ടാണ് ആ 1,80,000 കോടിയിലേക്ക് ഒരു 20,000 കോടിയും കൂടി അടുത്ത വർഷം ആവുമ്പോഴേക്കും ഗ്രോത്ത് വരുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയായി കണക്കും ബഡ്ജറ്റും അവതരിപ്പിച്ചേക്കുന്നത്. ആ ബഡ്ജറ്റ് വെറുതെ ഒരു ബഡ്ജറ്റായിട്ട് പോകുന്നതല്ല. ഈ അടുത്തൊരു വർഷക്കാലവും നിങ്ങളെല്ലാം കാണേണ്ടതാണ്, കണക്ക് നമ്മൾ നോക്കേണ്ടതാണ് എന്നൊരു സ്ഥിതിയുണ്ട്. അപ്പൊ ആ തരത്തിൽ ഫിനാൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി നല്ല മെച്ചം വന്നിട്ടുണ്ടെന്നുള്ള കാര്യം തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ശരിക്കും കേരളത്തിന്റെ ഗ്രോത്തിനെ നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ്. വലിയ വലിയ പ്രഖ്യാപനങ്ങൾ വെറുതെ നടത്തുക എന്നുള്ളതല്ല, കൃത്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആ ബഡ്ജറ്റിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഞാനിവിടെ സഭയിൽ അവതരിപ്പിക്കുമ്പോൾ ചിലതെല്ലാ ഡീറ്റെയിൽസും പോകേണ്ടതില്ല, പിന്നെ ഇതിലുണ്ട് എന്നുള്ളത് സ്പീക്കർ, ബഹുമാനപ്പെട്ട സ്പീക്കറും ഒരു അനുവാദം തന്നു. അപ്പോൾ എല്ലാത്തിന്റെ ചിലതൊക്കെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ബാക്കി അതിനകത്തുണ്ട്. അതിൽ നോക്കുമ്പോൾ എല്ലാ മേഖലയെയും ബാധിക്കുന്ന തരത്തിലേക്കുള്ള നല്ല കുറെ കാര്യങ്ങൾ അതിൽ നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് അനൗൺസ് ചെയ്യുന്ന മാത്രമല്ല, കേരളത്തിൽ ഈ രംഗത്ത് വരുന്ന ഗ്രോത്തിന്റെ കാര്യം നിങ്ങൾക്കറിയാം. സാധാരണഗതി കേരളത്തിലെ മൂലധന ചെലവിന്റെ കാര്യത്തിൽ വേണ്ടത്ര പണം വരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അത് എഫക്റ്റീവ് മൂലധനം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ യൂണിയൻ ബഡ്ജറ്റിനകത്ത് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡുണ്ട്. എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ എടുക്കാറില്ല ഇവിടെ, സാധാരണ ഇങ്ങനെ പറയാറില്ല. എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇത് ആദ്യമായിട്ടാണ് ബഡ്ജറ്റ് ഡോക്യുമെന്റ് വന്നേക്കുന്നത്. നേരത്തെ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 14,000-15,000 ആണ് ബഡ്ജറ്റിനകത്ത് സാധാരണ നമ്മൾ ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോഴും ഇതിനകത്ത് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കോളത്തിൽ നല്ലതുപോലെ വ്യത്യാസം വന്നതായിട്ട് കാണാം. ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ ഈ വർഷം കറണ്ട് ഇയറിൽ 22,806 കോടിയാണ്. അടുത്ത വർഷം 26,968 കോടി വരും. ഈ തരത്തിൽ വരിക. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മൾ 9,000 കോടിയിലധികം കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിന്റനൻസ് ഗ്രാന്റ്, ഡെവലപ്മെന്റ് ഫണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കിഫ്ബിക്കും മറ്റുമൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഇത് വരത്തില്ല. അതെല്ലാം കൂടെ വരുമ്പോൾ അത്രയും രൂപയുടെ പണി നടക്കുന്നുണ്ട്. നിങ്ങളുടെ റോഡിൽ എവിടെ നടന്നാലും എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടക്കാത്ത ഒരു സ്ഥലമില്ലല്ലോ. അപ്പൊ അത്രയും കാര്യം നടക്കുന്നുണ്ട്. അപ്പൊ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്. ഗ്രോത്തിന്റെ കാര്യത്തിൽ പൊതു കാര്യങ്ങളുണ്ട്, സോഷ്യൽ സെക്യൂരിറ്റിയിലെ ചെലവുണ്ട്. അപ്പൊ ഇതെല്ലാം വരുന്ന തരത്തിലേക്ക് ഇതൊക്കെ പരസ്പരം നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ പത്രപ്രവർത്തന രംഗത്ത് തന്നെ ഒരു കാര്യം നിങ്ങൾ കണ്ടു കാണും. PRDക്ക് അഡീഷണൽ ഫണ്ട് വെച്ചിട്ടുണ്ട്. എന്തിനാ? പത്രസ്ഥാപനങ്ങൾക്കും കുറെ കൊടുക്കണം എന്നുവെച്ചാൽ അഡീഷണൽ കൊടുക്കണം. ഞാൻ പറഞ്ഞത് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നു എന്നൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണല്ലോ ഇത് വെക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു. അതല്ലാതെ പറഞ്ഞിട്ടങ്ങ് പോകാൻ പറ്റില്ല. അപ്പൊ പൊതുവിൽ നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലും പൊതുകാര്യങ്ങളിലും ഒക്കെ നമുക്ക് ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പദ്ധതികൾ പലതും പ്രഖ്യാപിച്ചേക്കുന്നതും ആ തരത്തിൽ വലിയ ഗ്രോത്ത് ഉണ്ടാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ബേസിക് ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റവന്യൂ കമ്മിയും ക്യാപിറ്റൽ പിന്നെ FD ഫിസിക്കൽ ഡെഫിസിറ്റും ഒക്കെ നമുക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ജീവനക്കാർക്ക് 600 കോടി രൂപ, പെൻഷൻകാർക്ക് ഇപ്പൊ 600 കോടി നമ്മളിപ്പോ ഈ മാസം തന്നെ കിട്ടും. ഈ മാസങ്ങളിൽ തന്നെ പെൻഷൻകാരുടെ ഒരു കുടിശ്ശിക, അതോടുകൂടി അവരുടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ലാസ്റ്റ് ഗഡുവായി. ശമ്പള പരിഷ്കരണ കുടിശ്ശിക കുറച്ചാളായിട്ട് അനുവദിച്ചില്ല എന്നൊരു പ്രശ്നമുണ്ട്. കുടിശ്ശിക 4 ഗഡുവായിട്ട് കൊടുക്കുന്ന പറഞ്ഞു. ഏകദേശം 4,000 കോടിയാണ് 4 ഗഡു. അതിന്റെ പകുതി 2 ഗഡു ഈ മാർച്ചിനകം കൊടുക്കും എന്ന് പറഞ്ഞാൽ അത്രയും 2,000 കോടി രൂപ ഈ മാർച്ചിനകം കൊടുക്കുകയാണ്. അപ്പൊ അത് PF ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ PF ചേർക്കുമ്പോൾ കിട്ടത്തില്ലല്ലോ എന്ന് പ്രതിപക്ഷം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. പക്ഷെ അതിന്റെ അടുത്ത സെന്റൻസ് ആയിട്ട് ഞാൻ പറഞ്ഞത്, നേരത്തെ അവരുടെ PF ലയിപ്പിച്ചേക്കുന്ന ഏകദേശം 2,000-ലധികം കോടി രൂപ ഇപ്പോ തന്നെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ സർക്കാരിനെ സംബന്ധിച്ച് 2,000 കോടി അഡീഷണൽ എക്സ്പെൻഡിച്ചർ വരും. അതിപ്പോ കൊടുത്തു. അടുത്ത ഏപ്രിൽ 1 തന്നെ പിന്നെ അടുത്തൊരു DA കൊടുക്കുമെന്നുള്ള പ്രഖ്യാപിച്ചു. അതിലൊക്കെ അപ്പുറം ഒരു പ്രധാന വാർത്ത നിങ്ങൾ TV കൊടുത്തോ സ്മോൾ ചെയ്തോന്ന് ഞാൻ കണ്ടില്ല, ഞാൻ എല്ലാ കാര്യവും കണ്ടില്ല. 1 ലക്ഷത്തിന് മേളിൽ താൽക്കാലിക ജീവനക്കാരുണ്ട് കേരളത്തിൽ.
1,00,000 1,5 ലക്ഷം വരും. താൽക്കാലികം ഞാൻ പറഞ്ഞ സർക്കാരിന്റെ മാത്രമല്ല, പല സ്ഥാപനങ്ങൾ, കരാർ ജീവനക്കാർ അങ്ങനെ ഉണ്ടല്ലോ, പല മേഖലയിലുള്ളതാ. 1,00,000 പേർക്ക് മേളിലുണ്ടാവും പലതരത്തിലൊക്കെ ചെയ്യുന്നത്. പലപ്പോഴും സർക്കാർ ഒരു ചെറിയ ടെമ്പററി ആയിട്ടൊക്കെ എടുക്കേണ്ട വരുന്നു. അവരുടെ വേതനം 5% വർദ്ധിപ്പിച്ചു. അതിന് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. 5% എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു 800 മുതൽ 1000 അതിനകത്ത് മേളിലോട്ട് കിട്ടുന്നവരുണ്ടാവും. അത്രയും വർധന മാസം വരികയാണ്. വാസ്തവത്തിൽ അത്ര ആളുകളുടെ മാസം ആ വരുമാനം കൂടുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ആളുകളായിട്ട് അങ്ങനെ കൊടുത്തിരുന്നില്ല, അതും വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പിന്നീട് ജീവനക്കാരുടെ ദീർഘകാലമായിട്ടുള്ളതാണ് HPA. അത് സർക്കാർ ജീവനക്കാരുടെ പ്രധാനപ്പെട്ട മേഖലയിൽ അവരുടെ വരുമാനത്തിന്റെ പ്രശ്നമാണ്. അവിടെ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് അത് ഇപ്പോ 2% സബ്സിഡിയോടുകൂടി കൊടുക്കുന്ന പദ്ധതി വന്നിട്ടുണ്ട് ആ മേഖലയെടുത്ത്. പിന്നീടപ്പം പൊതുവിൽ കടത്തിന്റെ എല്ലാം കാര്യം ഞാൻ പറഞ്ഞു. പിന്നീട് ഈ സംസ്ഥാന സർക്കാർ കാര്യം കഴിഞ്ഞ പിന്നെ അഷ്വേർഡ് പെൻഷന്റെ കാര്യം നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട്. അഷ്വേർഡ് പെൻഷൻ ഇപ്പൊ നിങ്ങൾക്കറിയാം 3 വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യമാണ് കേന്ദ്രത്തിന്റെ നിയമങ്ങളിൽ മാറ്റം വന്നത്. വാസ്തവത്തിൽ നമ്മൾ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ധനകാര്യമന്ത്രിയും ലോ മിനിസ്റ്ററും ചീഫ് സെക്രട്ടറിയുടെ ഒക്കെ ഒരു കമ്മിറ്റിയുണ്ട്. ഞങ്ങൾ ചില മീറ്റിംഗുകൾ ചേർന്നിരുന്നു. പക്ഷേ സെൻട്രലിന്റെ ചില കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ വേണ്ടി ഇപ്പൊ അവരുടെ ആ പുതിയ അഷ്വേർഡ് സ്കീം, യൂണിഫൈഡ് പെൻഷൻ സ്കീം, അതിന്റെ കൂടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു പറഞ്ഞിട്ടുണ്ട്. വയനാടിന് പണം കിട്ടുന്നതിന്റെ തടസ്സം നമ്മുടെ വയനാട് പുനരധിവാസത്തെ ബാധിക്കുമോ എന്ന ചോദ്യം കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ പറയുന്നുണ്ട്. ഒരു കാരണവശാലും അത് ബാധിക്കില്ല എന്ന് മാത്രമല്ല, ആകെ ആ ഭൂമി കിട്ടുന്നതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിന്റെ നിർമ്മാണം തുടങ്ങും. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 1 വർഷത്തിനകം അത് പൂർത്തീകരിക്കണമെന്നാണ്. കാരണം അങ്ങനത്തെ ഒരു നിർമ്മാണ രീതിയാണ്. 750 കോടി രൂപയാണ്. യെസ്, ബജറ്റ് അവതരണത്തിന് ശേഷം ധനമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്.